ഗുഡ് ഈവനിങ് എവരി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ് കേട്ടോ. ഓക്കെ, മൈക്ക് ആരെങ്കിലും ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യൂ കേട്ടോ. ആരുടെയും ഒന്ന് മൈക്ക് ചെക്ക് ചെയ്തോളൂ എല്ലാവരും, മൈക്ക് ഓൺ ആണോ എന്നുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിപ്പസിഷൻ്റെ വർക്ക് തന്നിരുന്നു. കുറേ ആളുകൾ ആ വർക്കിൻ്റെ ആൻസർ ചെയ്ത് അയച്ചിരുന്നു. ഞാനത് ഫുള്ളായി നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ആൻസർ ഫുള്ള് പറയുകയാണ്. അപ്പോൾ ചെയ്ത് അയച്ച ആളുകൾ അവരെഴുതിയ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും. പിന്നെ ആൻസർ പറയട്ടെ. ഓക്കെ നോക്കിക്കോളൂ. വർക്ക് ഇതായിരുന്നു, ഐഡൻറ്റിഫൈ ദ പ്രിപ്പൊസിഷൻസ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ സെൻറ്റൻസുകളിൽ പ്രിപ്പോഷൻസ് ഉണ്ട്, അവയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാൻ നല്ലത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ വാക്യം എഴുതുക, താഴെ അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഈ വാക്യം എഴുതിക്കാണ്ട് അല്ലെങ്കിൽ നമ്പർ ഇട്ടുകാണ്ട് പ്രിപ്പോഷൻ എഴുതിക്കാണ്ട് ആ പ്രിപ്പോഷൻ ഏതാണോ ആ വാക്ക് മാത്രം എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് പിന്നെ ബോധ്യപ്പെട്ടാൽ മതി പ്രിപ്പോഷൻ ഏതാണെന്നുള്ളത്. ഒന്നാമത്തെ വാക്യത്തിൽ ഐ വെൻറ്റ് ടു എ ലവ്ലി ക്രിസ്മസ് പാർട്ടി. ഞാൻ മനോഹരമായ ഒരു ക്രിസ്മസ് പാർട്ടിക്ക് ഞാൻ പോയി എന്ന് പറയേണ്ടത്. അവിടെ ടു എന്ന വേർഡാണ് പ്രിപ്പൊസിഷൻ. നമ്മൾ ആൻസർ മുമ്പേ പറഞ്ഞതാണ്, ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് രണ്ടാമത്തെ നോക്കാം. ദ ഡെത്ത് ഓഫ് 40 ജവാൻസ് വാസ് ഷോക്കിംഗ്. അപ്പോൾ ഡെത്ത് ഓഫ്, അവിടെ ഓഫാണ് അവിടെ പ്രിപ്പോസിഷനായിട്ട് വരുന്ന വേർഡ് ഓഫ്. അപ്പോൾ ടിക്ക് ഇത് വെച്ചോളൂ എല്ലാവരും. ശരി, ആൻസർ എഴുതിയ ആളുകൾ ഇപ്പോൾ ആൻസർ എഴുതി വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾ എഴുതിയ ആൻസറുമായിട്ട് ഞാൻ പറഞ്ഞ ആൻസർ ഒത്തു നോക്കുക. എന്നിട്ട് ഫുള്ള് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി തേർഡ് വൺ, ഹീ ലിവ്സ് ഇൻ എ വില്ലേജ് ഇൻ റാണിക്കട്ട്. അയാൾ റാണിക്കട്ടിലെ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവിടെ ഇൻ എന്ന അവിടെ രണ്ട് പ്രിപ്പോഷൻസ് ഉണ്ട്, രണ്ടും ഇൻ തന്നെയാണ് കേട്ടോ. ഇൻ. ഓക്കെ, റാണിക്കട്ടിലെ ഗ്രാമത്തിൽ എന്ന് പറയാൻ വേണ്ടി റാണിക്കട്ടിൽ എന്ന് പറയുന്ന ഇന്നുണ്ട്, ഗ്രാമത്തിൽ എന്ന് പറയുന്ന ഇന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, അതാണ് അവിടെ പ്രിപ്പോഷൻസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത്. ടോട്ടല് 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഷീ ഗോട്ട് എ ന്യൂ ഗസ്റ്റ് ഇൻ ഹെർ ഹൗസ്. ഷീ ഗോട്ട് എ ന്യൂ ഗസ്റ്റ് ഇൻ ഹെർ ഹൗസ്. അവിടെ ഇന്നാണ് വരിക പ്രിപ്പോഷനായിട്ട്. ഇനി ഫിഫ്ത്ത് വൺ, ഇറ്റ് ഈസ് വെരി ഹ്യൂമിഡ് ഇൻ സമ്മർ. പിന്നെ വേനൽക്കാലത്ത് ഭയങ്കര ഹ്യൂമിഡാണ്, ചൂടാണ് എന്നാണ്. ഈർപ്പമുള്ള കാലാവസ്ഥ, അതിനാണ് നമ്മൾ ഹ്യൂമിഡ് എന്ന് പറയുക. അതാണ് പറയുന്നത്. അവിടെ ഇന്നാണ് അവിടെയും പ്രിപ്പോസിഷൻസ്. സിക്സ്ത് വൺ, ഷീ ഗെയ്വ് എ റോസ് ടു ഹെർ മദർ. അപ്പോൾ ഷീ ഗെയ്വ് എ റോസ് ടു, ആ ടു ആണ് അവിടെ പ്രിപ്പോസിഷൻസ്. ടു എന്ന വാക്കാണ് അവിടെ പ്രിപ്പോസിഷൻസ് ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തത് ഹീ വാസ് പ്രിപ്പയറിങ് ഫോർ ഹിസ് എക്സാമിനേഷൻ. അയാൾ തൻ്റെ പരീക്ഷയ്ക്കായിട്ട് അയാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ 4 ആണ് അവിടെ വരുന്ന പിന്നെ പ്രിപ്പോസിഷൻസ്. 4 ആണ് ആൻസർ. അപ്പോൾ ശരി, അപ്പോൾ ആൻസർ അയച്ച എല്ലാവരും ഈ ആൻസർ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്ത ആൻസറിൽ എത്ര കണ്ട് ശരിയുണ്ട് എന്നുകൂടി ഒന്ന് വിലയിരുത്തിയിട്ട് നോക്ക് നല്ലതാണ്. ഇനി 8th, he used to visit his friend in the hospital every evening. അവിടെ നമ്മൾ ടൂവും കാണുന്നുണ്ട്, ഇന്നും കാണുന്നുണ്ട്. പക്ഷേ അവിടെ ടു പ്രിപ്പോസിഷൻ അല്ല. കാരണം യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. യൂസ്ഡിൻ്റെ ഭാഗമായി വരുന്ന ഒരു വേർഡ് മാത്രമാണ് ടു. ഓക്കെ, അപ്പോൾ ആ ടു അവിടെ പ്രിപ്പോസിഷനായി എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇന്ന് എന്ന വേർഡ് മാത്രമേ അവിടെ പ്രിപ്പോസിഷനായി എടുക്കാൻ പറ്റുള്ളൂ. ഇന്നാണ് അവിടെ പ്രിപ്പോസിഷൻസ്. 9th, we were too tired to go to the market. അവിടെ നമുക്ക് കാണാൻ പറ്റും ടു എന്ന വേർഡ് ആഡ് വെർബാണ്, നമുക്കത് പ്രിപ്പോസിഷൻ അല്ല. എന്നാൽ ടു 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ആദ്യം വന്ന ടു പ്രിപ്പോസിഷൻ അല്ല. അത് ടു എന്ന പ്രയോഗത്തിൻ്റെ ഭാഗമായി വരുന്ന ടു ആണ് നിങ്ങൾ ആദ്യം കാണുന്ന ടു. സിംഗിൾ ഓ ഉള്ള ടു തന്നെ, ഡബിൾ ഓ ഉള്ള ടു അല്ല, സിംഗിൾ ഓ ഉള്ള ടു. ഇനി ടു ദ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ടു മാത്രമാണ് അവിടെ പ്രിപ്പോസിഷൻസ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരേ വേർഡ് തന്നെ പല പ്രാവശ്യം വന്നു കരുതിക്കൊണ്ട് അതൊക്കെ പ്രിപ്പോസിഷൻ ആവണമെന്നില്ല.
പ്രപ്പോഷൻ ആവാനുള്ള ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഒത്ത് ഇണങ്ങി വരുമ്പോഴേ പ്രപ്പോഷൻസ് ആയി മാറുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ്. 40 paramilitary personals were killed in the bombing. അവിടെ ഇന്ന് മാത്രമാണ് അവിടെ പ്രപ്പോഷൻസ്. ഓക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ എഴുതിയതിൽ എത്ര കണ്ട് ശരിയുണ്ട് എന്ന കാര്യം. നമ്മൾ അടുത്ത വർക്ക് നമ്മൾ ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രപ്പോഷൻസ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ. എങ്കിൽ അതിൻ്റെ ആൻസറും കൂടി ഞാൻ പറയുകയാണ്. കാരണം നമുക്ക് കൺജക്ഷനുമായി ബന്ധപ്പെട്ട വർക്ക് അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസറോട് പറയുകയാണ്. കാര്യകാരണ സഹിതം പറയുന്നതുകൊണ്ട് എല്ലാവരും വേണ്ട നോട്ട്സൊക്കെ എഴുതി ശ്രദ്ധിക്കാം. ദിസ് ഷോപ്പ് ഡസിൻറ്റ് ഹാവ് ദ ടോയ്സ് ഐ വാസ് ലുക്കിംഗ് ഫോർ. കാരണം അവിടെ നമുക്ക് പ്രിപ്പോഷൻസ് ആയിട്ട് ഒന്നും കാണുന്നില്ലെങ്കിൽ പോലും അവിടെ ലുക്കിങ്ങിൻ്റെ കൂടെ എപ്പോഴും ഫോറാണ് വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ലുക്ക് ഫോറിന് ഒരു മീനിങ്ങും ഉണ്ട്. സെർച്ച്, തിരയുക, തേടുക, അന്വേഷിക്കുക. അപ്പോൾ ഞാൻ അന്വേഷിക്കുന്ന ആ ടോയ്സ് ഈ ഷോപ്പിൽ ഇല്ല എന്നാണ് ആ പറഞ്ഞ വാക്യത്തിൻ്റെ മീനിങ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. ദ ടീച്ചർ ഡിവൈഡഡ് ദ സ്വീറ്റ്സ് ഡാഷ് ഓൾ ദ ചിൽഡ്രൻ. ഇവിടെ 2 കുട്ടികൾ മാത്രമേ ഉള്ളുവെങ്കിൽ ബിറ്റ്വീൻ എന്ന പ്രയോഗമാണ് യൂസ് ചെയ്യേണ്ടത്. 2ൽ കൂടുതലാണെങ്കിൽ നമ്മൾ യമങ് എന്ന പ്രയോഗമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എന്തായാലും ഉറപ്പാണ്. കാരണം ഓൾഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തായാലും 2ൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവിടെ യമങ് ആണ് ശരിയായ ആൻസർ. ദ ടീച്ചർ ഡിവൈഡ് ദ സ്വീറ്റ്സ് യമങ് ഓൾ ദ ചിൽഡ്രൻ. അപ്പോൾ ആൻസർ എഴുതി വെച്ചോളൂ. നിങ്ങൾ ആൻസർ അയച്ചവർ എത്ര കണ്ട് ശരിയാണ് എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണത് നന്നായിരിക്കും. ഇനി അടുത്തത്, ബ്രൂസ് ഡിഡ് നോട്ട് ഫെയർ വെൽ ഹിസ് എക്സാമിനേഷൻ. ഓക്കെ, ബ്രൂസ് ഡിഡ് നോട്ട് ഫെയർ വെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഡ് നോട്ട് ഫെയർ വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് എക്സാം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഫെയർവെൽ അവിടെ പിന്നെ യാത്രയപ്പല്ല കേട്ടോ. ഓക്കെ, നന്നായി എക്സാം ചെയ്തില്ല, അവിടെ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി നമുക്കവിടെ ഏറ്റവും നല്ല പ്രയോഗം ഇൻ ഹിസ് എക്സാമിനേഷൻ. അറ്റ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇൻ ഹിസ് എക്സാമിനേഷൻ ഇന്നാണ് ശരിയാവുക. ഇനി അറ്റ് നിങ്ങൾ എഴുതിക്കഴിഞ്ഞാൽ അതും ശരിയാണ്, തെറ്റൊന്നും എഴുതണ്ട കേട്ടോ. ഓക്കെ, അടുത്ത ഫോർത്ത്, ദ ഡോഗ് ഈസ് ഗ്രേറ്റ്ഫുൾ ഇറ്റ്സ് ഓണർ. അതിൻ്റെ ആ നായയുടെ മുതലാളി അല്ലെങ്കിൽ ഓണർ ആരാണോ അതിനോട് വളരെയധികം നന്ദിയുള്ള ജീവിയാണ് നായ എന്നാണ് പറയേണ്ടത്. സോ ടു ഇറ്റ്സ് ഓണർ, ടു ആണ് ശരിയായ പ്രയോഗം. ഓക്കെ, ഇനി അടുത്തത്, മൈ ബ്രദേഴ്സ് ആനിവേഴ്സറി ഈസ് ഡാഷ് 5th November. നമുക്ക് ഡേറ്റിന് മുമ്പും ഡേൻ്റെ മുമ്പൊക്കെ നമ്മൾ ഓണാ യൂസ് ചെയ്യാം. അപ്പോൾ ആ നിയമം അവിടെ ബാധകമാണ്. മൈ ബ്രദേഴ്സ് ആനിവേഴ്സറി ഈസ് ഓൺ 5th November. ഓക്കെ, ഓണാണ്, ഓൺ ടിക്ക് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ്, ദ ബോയ് ഡാഷ് ദ സ്റ്റോർ ഈസ് ക്വൈറ്റ് യങ്. ദ ബോയ് ഡാഷ് സ്റ്റോർ, ആ സ്റ്റോറിലെ കുട്ടി. അപ്പോൾ ഇവിടെ ഇൻ ദ സ്റ്റോർ എന്നാണ് ശരിയാവുക. ദ ബോയ് ഇൻ ദ സ്റ്റോർ ഈസ് ക്വൈറ്റ് യങ്. ആ സ്റ്റോറിലുള്ള ആൺകുട്ടി തീർത്തും യങ് ആണ്. അറ്റ് ഓൺ, അപ്പോൾ നമുക്ക് അറ്റൻ അവിടെ യൂസ് ചെയ്യാം. ദ ബോയ് അറ്റ് ദ സ്റ്റോർ ഈസ് ക്വൈറ്റ് യങ്. ഇനി സംസാര ഭാഷയുടെ ആധിക്യം കാരണം ഓൺ ദ സ്റ്റോർ എന്ന് ചില ഡ്രാമയിലൊക്കെ കാണാറുണ്ട്. ഓൺ ദ സ്റ്റോർ എന്ന മീനിങ്ങിൽ അങ്ങനെ കൊടുത്താലും തെറ്റ് പറയാൻ വയ്യ. കാരണം സംസാര ഭാഷ അതിനുമാത്രം ഇംഗ്ലീഷിൻ്റെ ലിറ്റററി ഭാഷയെ പിന്നെ ഓവർടേക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റിനെ പഠിക്കുക, അറ്റാണ് ശരിയായ ആൻസർ. ഇനി 7th, മഹാത്മാഗാന്ധി വാസ് ബോൺ. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 October എന്ന് പറഞ്ഞ ഡേറ്റാണ്. ഡേറ്റിന് മുമ്പ് ഓണേ വരുള്ളൂ. ഓൺ 2 October, ഓണാണ് ശരിയായ ആൻസർ. ഓക്കെ, ഇനി 8th, റൂബർട്ട് ഈസ് ഫോണ്ട് ഡാഷ് മഫിൻസ്. ഈ ഇംഗ്ലീഷിൽ ഫോണ്ട് ഓഫ് എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞ പോലെ ഫോണ്ട് ഓഫ്, ഇഷ്ടപ്പെട്ട എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് ഫോണ്ട് ഓഫ്. ആ ഫോണിൻ്റെ കൂടെ എപ്പോഴും ഓഫാണ് വരിക. സിംഗിൾ എഫ് ഉള്ള ഓഫാട്ടോ.
ഡബിൾ ഫുൾ ഓഫ് അല്ല, സിംഗിൾ ഫുൾ ഓഫാണ്. അപ്പോൾ റൂബർട്ട് ഈസ് ഫോണ്ട് ഓഫ് മഫിൻസ്, അതാണ് ശരിയായ ആൻസർ. ഇനി 9th one, the dog jumped on the sofa. സോഫയിൽ അവിടെ ഇൻ്റെ സോഫ എന്ന് കൊടുത്താൽ സോഫൻ്റെ അകത്ത് നിന്ന് അർത്ഥം വരും. അപ്പോൾ അത് വേണ്ട. ഓൺ ദ സോഫ, ജംഡ് ഓൺ ദ സോഫയാണ് ശരിയാ. കാരണം ഈ സോഫയുടെ മേൽഭാഗത്തേക്കാണ് ഈ ഡോഗ് ചാടുന്നത്. അപ്പോൾ സോഫയിൽ ചാടി എന്ന് പറയുമ്പോൾ തന്നെ സോഫൻ്റെ അകത്തല്ല, ഈ സ്പോഞ്ചിരിക്കുന്ന ഭാഗത്തല്ല, പകരം സോഫയുടെ മേൽഭാഗത്താണ്. ആ അർത്ഥത്തിൽ ദ ഡോഗ് ജംപ്ഡ് ഓൺ ദ സോഫയാണ് ശരിയായ ആൻസർ കേട്ടോ. ഓക്കെ, അവിടെ സംസാര ഭാഷയിൽ ഇൻ ദ സോഫ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന എഴുതിയാലും ശരി ഇടാം. കാരണം ഇന്നിപ്പോൾ അങ്ങനെയാണ് ഗ്രാമറിൻ്റെ അവസ്ഥ. ഈ സംസാര ഭാഷൻ്റെ ആധിക്യം വല്ലാതെ കെയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്തെഴുതിയാലും ശരിയാവും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത്. യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ മാത്രമേ ഈ സംസാര ഭാഷ നോക്കാതെ എഴുത്ത് ഭാഷ മാത്രം ശ്രദ്ധിക്കാറുള്ളൂ. അതുകൊണ്ട് ഡിഗ്രി തലം മുതലുള്ള കോഴ്സുകൾക്ക് മാത്രം. ഓക്കെ, ഇനി അവസാനത്തെ ഹംറ്റി ഡംറ്റി സാറ്റോ, അറിയാതെ തന്നെ പറഞ്ഞു അല്ലേ? കാരണം കുട്ടിക്കാലത്ത് പഠിച്ച ഒരു പോയമാണ്. അടുത്ത കൊല്ലം കുട്ടികളെ പഠിപ്പിക്കാനുള്ള പോയമും കൂടിയാണത്. ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ അല്ലേ? അപ്പോൾ ഓൺ അറിയാതെ തന്നെ ഓണ് വന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഈ 2 വർക്കുകളും ഫുള്ള് ശരിയായ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപ്പോക്കും. മിടുക്കികൾ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ, നല്ല കഴിവുള്ളവർ. കുഴപ്പമില്ല, അടുത്ത വർക്കിന് ഫുൾ റെഡിയാക്കിയാൽ മതി. എന്നാലും നാലിനല്ലേ പോയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ശരിയായില്ലേ, അതൊരു നേട്ടം തന്നെയാണ്. ഓക്കെ, കുറേ ആളുകൾ തമ്മിപ്രശ്നം വിടുന്നുണ്ട്, കുറേ ആളുകൾ എല്ലാം ഫാത്തിയമാരാണല്ലോ. അതെങ്ങനെ സംഭവിച്ചു? അത് ഫാത്തിമേനെ കുറേ പ്രാവശ്യം വിടുകയാണ്. ഓക്കെ കേട്ടോ, യെസ്. അപ്പോൾ എന്തായാലും വർക്കുകൾ ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക, എങ്കിലേ നമുക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ പഠിഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. ഇനി കൺജങ്ഷൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പറയാം നമുക്ക് കേട്ടോ. പിന്നെ സ്ലോയിൽ പോയാൽ മതി, ടഫൊന്നും. നമുക്ക് ടെസ്റ്റ് പേപ്പർ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് എക്സാം നടത്താം കേട്ടോ. ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് നമുക്കൊരു പേപ്പർ, ഇംഗ്ലീഷിൻ്റെ ഒരു എക്സാം എന്തായാലും ഉണ്ടാവും കേട്ടോ. ബാക്കിയുള്ള വിഷയം കൂടി നമ്മൾ ആലോചിക്കട്ടെ കേട്ടോ. അതായത് അവിടെ വോയിസ് കട്ടാവാനുള്ള കാരണം മൈക്ക് ഓൺ ആക്കുന്നുണ്ട്. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യുക കേട്ടോ. ഞാൻ മറുപടി പറയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വോയിസ് കട്ട് വരും. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ മുമ്പ് നമ്മളെ PDF, നിങ്ങൾക്ക് ഒരു PDF ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ഒരു യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ 3 ഇരട്ടിയോളം ചോദ്യങ്ങൾ വരുന്ന ഒരു PDF. നമ്മളിപ്പോൾ ആ PDF-ൻ്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബിലൊക്കെ റെഡിയാണ്. നിങ്ങൾക്ക് PDF അയച്ചു തരാനും അത് പഠിപ്പിക്കാനും മാത്രമേ ഉള്ളൂ ഞാൻ. ഓക്കെ, പിന്നെ എക്സാം അടക്കാനും. അപ്പോൾ നമുക്കത് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊരു 100 മാർക്കിൻ്റെ ഒരു ഗൂഗിൾ മീറ്റ് എക്സാം നമ്മൾ ഇംഗ്ലീഷിന് മാത്രം ഉണ്ടായിരിക്കും, മറ്റു വിഷയങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയുമോ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ സമയമാവുമ്പോൾ അത് അറിയിക്കാം. ഇംഗ്ലീഷിന് ഞാൻ എന്തായാലും ഉറപ്പ് തരികയാണ് കേട്ടോ. കാരണം ഓൾറെഡി ഞാൻ കുറേ ഗൂഗിൾ മീറ്റിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചതുണ്ട്. അപ്പോൾ ഒന്നും കൂടി പൊടി തപ്പിക്കാൻ ശരിയാക്കിക്കാണ്ട് നിങ്ങൾക്ക് ലിങ്ക് വിട്ടുതന്നാൽ മതിയായിരിക്കും. നിങ്ങൾക്ക് ഫുള്ള് ശരിയാക്കാൻ പറ്റും കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. അതോടുകൂടി ഈ ഓൺലൈന് എന്ന ഈ ഒരു എക്സാം രീതി ടഫാണോ ഈസിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മനസ്സിലായില്ലേ കേട്ടോ? ഒട്ടും പ്രയാസമൊന്നുമില്ല, നല്ല ഈസിയുള്ള ഭാഗം തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ഒന്ന് എക്സാം എഴുതുകയാണ് എന്ന ബോധത്തോടു കൂടി എക്സാം എഴുതിയാൽ മതി. അല്ലാതെ ആ സമയത്ത് വേറെ ചിന്തകളോ മറ്റൊന്നും കയറി വരുമ്പോഴാണ് ഈ എക്സാമിനെ അത് പ്രതികൂലമായി ബാധിക്കുക. അത്തരം കാര്യങ്ങൾ എന്തായാലും എക്സാമിൻ്റെ 1-2 ആഴ്ച മുമ്പ് ആബിദ് സാറ് നിങ്ങൾക്ക് പ്രത്യേകം ഓൺലൈൻ ക്ലാസ്സിലൂടെ ഞാനുണ്ടാവും, പ്രത്യേകം നിങ്ങളെ അറിയിക്കും, ബോധ്യപ്പെടുത്തും കേട്ടോ. എങ്ങനെയാണ് ഓൺലൈൻ എക്സാം എഴുതേണ്ടത്, എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നെറ്റ്വർക്ക് റേഞ്ച് കുറഞ്ഞാൽ കുഴപ്പം വരുമോ, റേഞ്ച് കൂടിയാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തതോടുകൂടി നിങ്ങളുടെ പേടി 100% പോകും. ഒരു പേടിയില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല.
കാരണം പേടിച്ചവരൊക്കെ എക്സാം കഴിഞ്ഞ ശേഷം ഭയങ്കര ഹാപ്പിയോട് കൂടി ഗ്രൂപ്പിൽ വന്നുകാണ്ട് ഇപ്പോൾ എന്തൊക്കെയോ ഗ്രൂപ്പിൽ വന്നുകാണ്ട് അവർക്ക് എന്താ പറയണമെന്ന് പോലും അറിയില്ല. കാരണം ഭയങ്കര സന്തോഷം. നമ്മൾ അമിതമായി പേടിച്ചിട്ട് ആ പേടിച്ചതിന് ഒരു പ്രയോജനവും കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യം. ഓക്കെ കേട്ടോ, അത്രയേ ഉള്ളൂ എക്സാം. എന്തായാലും എക്സാം അടുപ്പിച്ച് ഞാൻ വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നുള്ള 2-3 ആൾക്കാരെ വോയിസും കിട്ടിയിട്ടുണ്ട്. അവർ എക്സാം കഴിഞ്ഞ ശേഷം അവർ ഗ്രൂപ്പിൽ നൽകിയ വോയിസ് കേട്ടോ. ഓക്കെ, പക്ഷെ പ്രശ്നമില്ല, പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ എക്സാമിൻ്റെ മോഡൽ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഒരു ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന ഒരു PDF നിങ്ങൾക്ക് തരും. ആ PDF 200ഓളം ചോദ്യങ്ങളും അവയുടെ ABCD ഓപ്ഷനും ഏറ്റവും താഴെ ആ 200 എണ്ണത്തിൻ്റെ ആൻസർ കീയും പ്രത്യേകമായി തയ്യാറാക്കിയ PDF ആണത്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ഓരോ ആൻസർ എങ്ങനെ വന്നു എന്നുള്ളത് മലയാളത്തിൽ ആ ക്ലാസ് വിശദീകരിക്കും. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ മലയാളത്തിൽ വിശദീകരിക്കേണ്ടത് നിർബന്ധമാണ്. ഞങ്ങളത് ചെയ്യും. ഓക്കെ, അതിനുശേഷം ആണ് നമുക്ക് എക്സാം വരും. നമുക്ക് എക്സാമിന് ആകെ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് ആ 50 ക്വസ്റ്റ്യൻസും ഈ 150 അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻസ് എന്നുള്ള 50 ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് ആൻസർ കാണാതെ പഠിച്ച 200 ക്വസ്റ്റ്യൻസ് എന്നുള്ള 50 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇനി 1-2 ചോദ്യങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി പുറത്തുനിന്ന് കൊടുക്കാറുണ്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുനിന്ന് തന്നെ. പക്ഷേ ആ 200 എണ്ണത്തിൽ പെടാത്ത 1-2 ചോദ്യങ്ങൾ മാത്രം വേറെ കൊടുക്കാറുണ്ട് ഈ കുട്ടികളുടെ കഴിവ് നടക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അതും ബുക്കിൻ്റെ പുറത്തുനിന്ന് വരില്ല, ബുക്കിൻ്റെ അകത്തുനിന്നേ വരുള്ളൂ, ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുനിന്ന് വരുള്ളൂ, സിലബസിൽ നിന്നുള്ളതേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 200 ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 തന്നെ ഉറപ്പാണ്. അഥവാ 1-2 ക്വസ്റ്റ്യൻ പുറത്തുനിന്ന് കയറി വരികയാണെങ്കിൽ തന്നെ 50 48 ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഒട്ടും പേടിക്കേണ്ടതില്ല. 50-ആകെ 20 മാർക്ക് മതിയാവും പാസ്സാവാൻ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രോബ്ലേ ആയി മാറുന്നില്ല, പ്രയാസേ ആയി മാറുന്നില്ല കേട്ടോ. ഒട്ടും പേടിക്കേണ്ടതില്ല എന്ന് കരുതി എക്സാം. ദിവ്യ മൈക്കൊന്നു ദിവ്യ, അതെന്താ വോയിസ്? സാറിൻ്റെ വോയിസ് ആണോ? ഓക്കെ കേട്ടോ, ആ സാറിൻ്റെ വോയിസ് ആണെങ്കിൽ സാറ് എന്നെ എൻ്റെ അടുത്ത് അറിയിക്കും, എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ സാറിൻ്റെ ഗ്രൂപ്പിൽ വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വോയിസ് ഷെയർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിൽ ജനറലി ഇതാണുള്ളത്. നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കുകയോ ഭയക്കുകയോ ഒന്നും വേണ്ട. പക്ഷെ എന്ന് കരുതി എക്സാം ഭയങ്കര ഈസി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിന് പരീക്ഷ എഴുതണോ എന്ന ഒരു ചോദ്യം വരും. അപ്പോൾ ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന വിഷയം നിങ്ങൾ 200 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആറ്റിക്കുറുക്കിയ 200 ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ പഠിക്കാൻ വേണം. അത് പഠിക്കുക എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിച്ചതിന് ഈക്വൽ ആണ്. അത് പറഞ്ഞത് ഈസി എന്ന് പറയുമ്പോൾ അത്ര ഈസി അല്ല. അതേസമയം നിങ്ങൾ പഠിച്ചാലേ മാർക്ക് ഉണ്ടാവുള്ളൂ. പഠിച്ചാൽ ഫുൾ മാർക്കാണ്. ആ 200 ക്വസ്റ്റ്യൻ പഠിച്ചാൽ സ്കൂൾ മാനേജ്മെൻറ്റ് ഫുൾ മാർക്കാണ്. ഇംഗ്ലീഷിന് ഏകദേശം 350 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പഠിച്ചാൽ ഇംഗ്ലീഷിന് 50 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ എനിക്ക് ഈ സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് തരിക കേട്ടോ. മറ്റു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ അല്ല. എന്തായാലും PDF തന്നെയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ്. നമ്മളെന്തായാലും ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു മോഡൽ എക്സാമിന് നിങ്ങൾക്ക് നടത്തും. അപ്പോൾ അതോടുകൂടി ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് സമയം ഉണ്ടാവും. 2 മണിക്കൂറാണ് എക്സാമിന് സമയം തരിക. നമ്മളെന്തായാലും നമുക്കൊരു 10 മിനിറ്റൊക്കെ മതിയാവും പരമാവധി ആൻസർ ചെയ്യാൻ. 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ മാക്സിമം
ഒരു 10 മിനിറ്റ് തന്നെ ധാരാളം. പക്ഷേ എങ്കിലും 2 മണിക്കൂറുണ്ട്. അതിൻ്റെ അകത്ത് ലിങ്കിൽ കയറിയിട്ട് നമ്മൾ എക്സാം എഴുതിങ്ങാണ്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. എങ്കിലും നമ്മൾ എക്സാമിന് ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അത് നിങ്ങൾക്ക് ഞാനും സാറും ഒക്കെ ആയിട്ട് മിസ്മാരൊക്കെ ആയിട്ട് എക്സാം അടുപ്പിച്ച് പറഞ്ഞു തരും കേട്ടോ. ടെൻഷൻ ആവേണ്ട, ഒരു പ്രോബ്ലവും വേണ്ട. ഓക്കെ, ഇനി ആർക്കെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ദിവ്യ, നേരത്തെ വോയിസ് എനിക്ക് മനസ്സിലായില്ല. സാറിൻ്റെ വോയിസ് ആണോ അത് ദിവ്യ? ആ ഓക്കെ ഓക്കെ. നിങ്ങൾ പിന്നെ വോയിസ് ഷെയർ ചെയ്തായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ കൺജങ്ഷൻ എന്ന ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഓൾറെഡി നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും പാഠങ്ങൾ മനസ്സിലാക്കാൻ, ഗ്രാസ്പ് ചെയ്യാൻ, ക്യാച്ച് ചെയ്യാൻ കഴിയാത്ത വേഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ് പോലെയല്ല, ഇന്ന് ഏകദേശം 40ൻ്റെ മുകളിൽ ആളുകൾ ക്ലാസ്സിന് എത്തിയിട്ടുണ്ട്. സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഈ സമയത്ത് നമ്മളെ പിടികൂടുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. ഈ മലയാളത്തിൽ അതിനെ ഉഴപ്പൽ എന്ന് പറയാറുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഓൺലൈൻ ക്ലാസ്സൊക്കെയാണ് എങ്കിൽ തന്നെയും ആദ്യത്തെ 1-2 ആഴ്ചയിലുണ്ടായിരുന്ന ആ ഒരു 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 എന്താ പറയുക, താല്പര്യം ഇപ്പോൾ ക്ലാസ്സുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ് കേട്ടോ, സ്വാഭാവികമാണ്. മലയാളത്തിൽ വെറുതെ അല്ല ആരംഭശൂരത്വം എന്ന വാക്ക് വന്നത്, ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ പിടികൊടുക്കരുത്, ആ ഒരു നേച്ചറിന് പിടികൊടുക്കരുത്. മനസ്സിലായില്ലേ? അത് സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞ സെക്കൻഡ് തോട്ടാണ്, മുസ്ലിമീങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഇബ്ലീസാണ്. ഇനി മറ്റു മതഭാഷയിൽ പറഞ്ഞാൽ അത് ഷെയ്ത്താനാണ്, ചാത്തനാണ്, സാത്താനാണ്, ഡെവിളാണ്. അതിന് പിടികൊടുക്കരുത്. നമ്മൾ വലിയ ഒരു ഉദ്യോഗമായി രംഗത്തേക്ക് ഇറങ്ങി പരാജയത്തിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിൽ പേടിയേ വേണ്ട. എന്തായാലും ഞാൻ സാറുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള വിഷയം കൂടി. നമ്മൾ ഇംഗ്ലീഷ് എന്തായാലും നമുക്ക് ഗൂഗിൾ ഫോം എക്സാം നടത്തിട്ടോ. കാരണം ഓൾറെഡി എല്ലാം 4-5 ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാണ്. പിന്നെ ഗൂഗിൾ ഫോമിലേ ഇനി ലിങ്ക് മാത്രം അയച്ചാൽ മതി. ഓക്കെ, പിന്നെ അപ്പോൾ അത് നമുക്ക് നടത്താം. നിങ്ങളാരും ടെൻഷൻ ആവേണ്ട. അതിന് പറ്റിയ നിർദ്ദേശം കാര്യമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റു വിഷയം കൂടി അതിനെ കൂടെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. എന്തായാലും നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതി നിങ്ങളുടെ ടെൻഷനും ബേജാറും അതുപോലെ നിങ്ങൾ അപ്സെറ്റ്നെസ്സൊക്കെ മാറി കിട്ടി. നിങ്ങൾ നന്നായി എക്സാം എഴുതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരുടെയും മനസ്സിലെ അടിയുറച്ച ആഗ്രഹം കേട്ടോ. പക്ഷെ നിങ്ങളും കൂടി അതിൻ്റെ കൂടെ സഹകരിക്കുമ്പോഴേ, ഇപ്പോൾ ഇംഗ്ലീഷിലെ 350 ക്വസ്റ്റ്യൻസ് ആൻസർ സഹിതം പഠിക്കുക എന്ന് പറയുമ്പോൾ അത്ര ഈസി ഉള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ ഈസി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു 300 എണ്ണമൊക്കെ കണ്ട് പഠിച്ചുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് പഠിച്ചവർക്കേ അറിയുള്ളൂ. ഓക്കെ, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും അത്തരം കാര്യം റെഡിയാവും. നമുക്ക് കൺജങ്ഷൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇന്ന് ഞാൻ കൺജങ്ഷൻ നീട്ടിപ്പരത്തി പറഞ്ഞില്ല, കുറച്ചേ പറയുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി നമ്മൾ നല്ല സ്പീഡിൽ തന്നെയാണ് പോകേണ്ടത് കേട്ടോ. ആരും ടെൻഷൻ ആവേണ്ട. പിന്നെ ഇനി അഥവാ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. എനിക്കൊന്ന് വോയിസ് അയച്ചാൽ മതി പേഴ്സണലായിട്ട്. ഇനി ക്ലാസ്സിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് പറയാൻ ക്ലാസ്സിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോയിസ് അയച്ചാൽ മതി. സാറേ ക്ലാസ് കുറച്ച് സ്പീഡിലാണ്, എനിക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടത്രാണ്ട് ആവണില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് ഓൾറെഡി നമുക്ക് കുറച്ച് പോവാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി കൺജങ്ഷനിൽ നമ്മൾ ആദ്യം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പഠിച്ചു. ഈ കോർഡിനേറ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സംയോജിപ്പിക്കുക, കൂട്ടിയോജിപ്പിക്കുക എന്നാണ്. അപ്പോൾ 2 വാക്കുകളെയോ 2 വാചകങ്ങളെയോ കൂട്ടിയോജിപ്പിക്കുന്ന ഏതൊരു വാക്കിനെയും നമുക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയാം. സംയോജിപ്പിക്കുന്ന കൺജങ്ഷൻ, കൂട്ടിയോജിപ്പിക്കുന്ന കൺജങ്ഷൻ എന്നാണ് അർത്ഥം. ഇനി കൺജങ്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കണ്ണി എന്നാണ്. ചങ്ങലക്കണ്ണി, നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബന്ധിപ്പിക്കൂല ചങ്ങല, അതാണ്
കൺജഷൻ എന്ന വാക്കിന് അർത്ഥം തന്നെ. നമുക്ക് ഇനി പഠിക്കാനുള്ളത് കോറിലേറ്റീവ് കൺജഷനെ കുറിച്ചാണ്. ഞാൻ ആ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അത്ര നമുക്ക് സമയമുള്ളത് കൊണ്ട് തന്നെ കേട്ടോ, അത്ര അങ്ങോട്ട് സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. ഈ കോറിലേറ്റീവ് കൺജഷൻ എന്ന് പറയുമ്പോൾ ജോഡികളായിട്ട് വരുന്നതാണ്. അതാണ് ആ പ്രത്യേകത. അവ ഒരിക്കലും ഒറ്റക്ക് വരില്ല, ജോഡി ആയിട്ട് വരുള്ളൂ. മനസ്സിലായല്ലോ? അതായത് ഇങ്ങനെ പെയർ ആയിട്ട് മാത്രമേ വരുള്ളൂ. സോ ഫസ്റ്റ് വൺ ബോത്ത് ആൻഡ്. നമ്മൾ ആൻഡ് എന്ന വാക്കിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് ബോത്ത് ആൻഡ്. അപ്പോൾ ബോത്ത് ആൻഡിൻ്റെ മീനിങ് എന്താണ്? ആൻഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എഴുതി വെച്ചോളൂ. ഇപ്പം എല്ലാവരുടെ കയ്യിലും പേന ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ലെക്ചർ നോട്ടും തയ്യാറായിരിക്കും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കുക, എഴുതി വെച്ചോളൂ. ഷീ ഈസ് ബോത്ത് സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. ഷീ ഈസ് ബോത്ത് സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. അവൾ സ്മാർട്ടും ആണ് ബുദ്ധിമതിയുമാണ്. അവൾ ചുറുചുറുക്കുള്ളവളാണ്, ബുദ്ധിമതിയുമാണ്. ചൊറുചുറുക്കല്ല കേട്ടോ, ചുറുചുറുക്കാണ്. ഓക്കെ, അവൾ ചുറുചുറുക്കുള്ളവളുമാണ്, ബുദ്ധിമതിയുമാണ്. അതാണ് ഷീ ഈസ് ബോത്ത് സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. എവിടെയാണ് ഞാൻ ബോത്ത് ഉപയോഗിച്ചത്, എവിടെയാണ് ആൻഡ് ഉപയോഗിച്ചത് എന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഷീ ഈസ് ബോത്ത് സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടും ആണെന്ന് പറയാൻ വേണ്ടിയാണ് ബോത്ത് ആൻഡ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ നേരെ തിരിച്ചാണ് അടുത്ത പ്രയോഗം, ഐദർ ഓർ. കണ്ടോ, അടുത്ത കോറിലേറ്റീവ് കൺജക്ഷനാണ് ഐദർ ഓർ. അതോ ഇതോ, ഏതേ ഒന്ന് മാത്രം. അങ്ങനത്തെ അർത്ഥം ചോദിച്ചോളൂ. അതോ ഇതോ, ഐദർ ഓർ. ഓക്കെ, നമ്മൾ എന്താ പറയുക, രാത്രി നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് എന്തോ ഒരു ലേഡിയുടെ രൂപം കണ്ടത്. ദൂരെ ഒരു രൂപം കണ്ടു. നമ്മളോട് പറയാണ്, ഷീ ഈസ് ഐദർ മാഡ് ഓർ ഗോസ്റ്റ്. ഷീ ഈസ് ഐദർ മാഡ് ഓർ ഗോസ്റ്റ്. അവൾ ഒന്നുകിൽ ഒരു ഭ്രാന്തിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രേതമായിരിക്കണം. ഷീ ഈസ് ഐദർ മാഡ്, MAD മാഡ്, ഓർ ഗോസ്റ്റ്, GHOST ഗോസ്റ്റ്, GHOST ഗോസ്റ്റ്. എക്സാമ്പിൾ കൂടി എഴുതിക്കോളൂ കേട്ടോ. ഞാൻ കൊണ്ട് എക്സാമ്പിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ്. എല്ലാവരും എഴുതണം, കാരണം എക്സാമ്പിൾ ബുക്കിലില്ല. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ നിങ്ങൾ എഴുതുന്ന നിർബന്ധമാണ്. ഷീ ഈസ് ഐദർ മാഡ് ഓർ ഗോസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഐദർ ഓർ എന്താ പറയുക, രണ്ടും ഇല്ല, അതും ഇല്ല ഇതും ഇല്ല. നേരത്തെ നമ്മൾ ഐദർ പഠിച്ചപ്പോൾ അതോ ഇതോ എന്നായിരുന്നു. ഇവിടെ അതുമില്ല ഇതുമില്ല. അതാണ് നെയ്തർ നോർ. മറക്കണ്ട, നെയ്തർ നോർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി, അവൾ സ്മാർട്ടും അല്ല, അവൾ ഇൻ്റലിജൻറ്റും അല്ല, അവൾ ചുറുചുറുക്കുള്ളവളും അല്ല, ബുദ്ധിമതിയും അല്ല. നമുക്ക് ആ കാര്യം എങ്ങനെ പറയാം? ഷീ ഈസ് നെയ്തർ സ്മാർട്ട് നോർ ഇൻ്റലിജൻറ്റ്. ഷീ ഈസ് നെയ്തർ സ്മാർട്ട് നോർ ഇൻ്റലിജൻറ്റ്. ഷീ ഈസ് നെയ്തർ സ്മാർട്ട് നോർ ഇൻ്റലിജൻറ്റ്. പത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ ഡെയിലി ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൂടുതൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പ്രയോഗങ്ങൾ മനസ്സിലാക്കൽ വളരെ നല്ലതാണ്. അത് നമ്മൾ നമ്മുടെ സംസാര ഭാഷയിൽ യൂസ് ചെയ്യും വേണം. അടുത്ത ക്ലാസ്സും കൂടി ഇതിൽ വേറെ എക്സാമ്പിളുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. കാരണം ഇത് പ്രയോഗങ്ങൾ കുറച്ചൊരു പണിയുള്ളതാണ്. അടുത്ത ക്ലാസ്സും കൂടി ഇത് വീണ്ടും പറയുമ്പോഴേ നിങ്ങളെ മനസ്സിലത് പതിയുള്ളൂ എന്ന് എനിക്കൊരു തോന്നൽ. ഓക്കെ, അടുത്താണ് നമ്മളെ കലാപൻ മണി എപ്പോഴും പറയുന്ന പ്രയോഗമുണ്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അദ്ദേഹത്തിൻ്റെ പഴയ പാരഡി ഗസറ്റുകളോ മറ്റെന്ത് എടുത്താലും ഇതിലൊക്കെ ഉണ്ടാവും നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ഇത് മാത്രമല്ല, ബട്ട് ഓൾസോ അതുകൂടി. അതാണ് ഇത് മാത്രമല്ല അതുകൂടി. നമ്മൾ നേരത്തെ പറഞ്ഞ ഷീ ഈസ് ബോത്ത് സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു എക്സാമ്പിളിന് നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഷീ ഈസ് നോട്ട് ഓൺലി സ്മാർട്ട് ബട്ട് ഓൾസോ ഇൻ്റലിജൻറ്റ്. ഷീ ഈസ് ഓക്കെ. അത് നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു ഓൾസോ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് എഴുതി വെച്ചോളൂ. നോട്ട് ഓൺലി ബട്ടും വരാറുണ്ട്, എന്നാൽ കൂടുതലും നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആണ് വരിക. സംസാര ഭാഷയിലാണ് നോട്ട് ഓൺലി ബട്ട് മാത്രം വരുന്നത്. എഴുത്ത് ഭാഷയിൽ ബട്ട് ഓൾസോ കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഒരു ഓൾസോ കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഓൺലി ബട്ടും പഠിക്കുക, നോട്ട് ഓൺലി ബട്ട് ഓൾസോയും പഠിക്കുക, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എക്സാമ്പിളുകൾ സ്വന്തം എപ്പോഴും പറഞ്ഞു നോക്കണം. നമ്മൾ എഴുത്ത് മാത്രം പോരാ കേട്ടോ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ശേഷമൊക്കെ ഇനി നമ്മൾ ഓൺലൈൻ ക്ലാസ് യൂട്യൂബിൽ നിന്ന് കണ്ട ശേഷം നിങ്ങൾ ഇതൊക്കെ വെച്ച് എക്സാമ്പിൾ പറഞ്ഞു നോക്കണം. കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങുക, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യം ഈ പാഠ്യ പദ്ധതിയിലുണ്ട്. അതിന് വേണ്ടി തന്നെയാണ് ഈ ബുക്കും തയ്യാറാക്കിക്കേണ്ടത്. പക്ഷെ പോരായ്മകൾ കുറേ ഉണ്ടാവാം. കാരണം മനുഷ്യന്മാർ തയ്യാറാക്കിയത് മനുഷ്യന്മാരല്ലേ അല്ലേ? ഓക്കെ. അതായത് ഇത്തരം പ്രയോഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നോക്കാം. അങ്ങനെ നമുക്കെന്തെന്നറിയോ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് പടിപടിയായിട്ട് ഇങ്ങനെ വളർന്ന് വരാം. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളായിട്ട് മാറാൻ കഴിയൂല. പക്ഷേ 1-2 മാസം കൊണ്ട് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കുന്ന ആളായിട്ട് മാറാൻ കഴിയും. അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പോസിറ്റീവായി എടുക്കുക, മടി പിടിച്ചുകാണ്ട് തള്ളിക്കളയരുത് കേട്ടോ. ഇതൊക്കെ നെവർ മൈൻഡ് അല്ലേ, ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് പലതും ആവുമോ എന്ന് ചോദിക്കരുത്. കാരണം നോട്ട് ഓൺലി ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ പൊതുവിൽ നമ്മളെ ഗൂഗിൾ മീറ്റ് ക്ലാസ് സ്റ്റക്ക് ഉണ്ടാവലില്ല. പക്ഷേ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചോളൂ. സംശയം ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും മൈക്ക് ഓണാക്കേണ്ട സമയത്തൊരു സ്റ്റക്ക് വരാം, സ്വാഭാവികമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സംശയം ചോദിക്കാതിരിക്കണ്ട. ഉള്ളവർ സംശയം ചോദിക്കാം. ഓക്കെ. എന്തായാലും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ ഞാൻ തയ്യാറാണ്. നോട്ട് ഓൺലി ഇത് മാത്രമല്ല, ബട്ട് ഓൾസോ അതുകൂടി. നിങ്ങൾ കലാപൻമണിയെ മനസ്സിലോർത്തോളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്ന പോലെ നോട്ട് ഓൺലി ഇത് മാത്രമല്ല, ബട്ട് ഓൾസോ അതുകൂടി. അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലായിക്കോളൂ. അപ്പോൾ ഞാൻ പറയാം, ഷീ ഈസ് നോട്ട് ഓൺലി സ്മാർട്ട് ബട്ട് ഓൾസോ ഇൻ്റലിജൻറ്റ്. ഒരു സംഭവമുണ്ട്. നമ്മുടെ അമ്മാവൻ്റെ മകളെയാണ് നമ്മളെ ബ്രദർ മാരേജ് ചെയ്തത്. അങ്ങനെയും മാരേജുകൾ കുടുംബങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ. നമ്മളുടെ അമ്മാവൻ്റെ മകളെയാണ് നമ്മളുടെ ബ്രദർ മാരേജ് ചെയ്തത്. അപ്പോൾ അമ്മാവൻ്റെ മകളെന്ന് പറയുമ്പോൾ നമുക്ക് അവൾ കസിനാണ്. എന്നാൽ നമ്മളെ ബ്രദർ മാരേജ് ചെയ്ത ഒരു ലേഡി എന്ന് പറയുമ്പോൾ നമുക്ക് അവൾ സിസ്റ്റർ ഇൻ ലോ കൂടിയാണ് അല്ലേ. ആ കാര്യം എങ്ങനെ പറയാം നമുക്ക്? ഷീ ഈസ് നോട്ട് ഓൺലി മൈ കസിൻ ബട്ട് ഓൾസോ മൈ സിസ്റ്റർ ഇൻ ലോ. ഷീ ഈസ് നോട്ട് ഓൺലി മൈ കസിൻ ബട്ട് ഓൾസോ മൈ സിസ്റ്റർ ഇൻ ലോ. ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത് കണ്ടില്ല നിങ്ങൾ അല്ലേ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കണ്ട് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി വെക്കണം. ആദ്യം കുറച്ച് പ്രയാസമാണെങ്കിലും പിന്നെ ഭയങ്കര ഈസിയാണ് ഈ കാര്യം അല്ലേ. ആദ്യം പ്രയാസം ഉണ്ടാവും. നമ്മൾ സ്കൂളിലൊക്കെ ഈ സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പി ടി മാഷ് കൊണ്ടുപോയി കണ്ട് ഈ കയർമ ചാട്ടം ചാടിച്ചിരുന്നു. ഇങ്ങനെ കയറിട്ട് അങ്ങനെ തിരിക്കുക അല്ലേ. ഫസ്റ്റ് നമ്മൾ ചാടി അന്ന് വീട്ടിൽ വന്നന്ന് കയ്യും കാലമൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പറയേണ്ടതില്ല, അതിലും വേദന ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേന്നും അതിന് ശേഷമൊക്കെ നമ്മുടെ പി ടി മാഷ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ഇങ്ങനെ ചെയ്യിപ്പിച്ചപ്പോൾ പിന്നെ ആ വേദന നമ്മൾ അറിഞ്ഞതേ ഇല്ല. ആ വേദന അല്ലാതായി മാറി. അതുപോലെയാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ. ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഈ എക്സാമ്പിളൊക്കെ വെച്ച് പറയുമ്പോൾ ചെറിയൊരു തപ്പിപ്പേ അങ്ങനെ ഉണ്ടാവണം. കാരണം ഒരുപാട് വീണിട്ടേ പഠിയാറുള്ളൂ. അല്ലാതെ ഒരു കുട്ടിയും നേരാണ് നീച്ച് നടന്നു പോയ ചരിത്രമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കും. ഒരു നൃത്തം പടിയുള്ളൂ. കുട്ടിക്കാലത്തെ കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം എടുക്കുക. നോട്ട് ഓൺലി ബട്ട് ഓൾസോ ശരിക്കും യൂസ് ചെയ്യാം കേട്ടോ. അടുത്താണ് വെദർ ഓർ. ഒരു കാര്യം ശ്രദ്ധിക്കണം, കാലാവസ്ഥ എന്ന വെതർ വേറെ ഉണ്ട്. അതിൻ്റെ സ്പെല്ലിങ് WEATHER ആണ്. രണ്ടും പാടെ കൺഫ്യൂഷൻ ആവരുത്. കാലാവസ്ഥൻ്റെ വെതർ ഏതാണ്? WEATHER. ഇവിടെ എച്ച് കൂടിയിക്കണ്, പൈക്കണ്. അപ്പോൾ WHETHER. വെതർ ഓർ ആണോ അല്ലയോ? അർത്ഥം അങ്ങനെ ചോദിച്ചോളൂ. ആണോ അല്ലയോ? വെതർ ഓർ ആണോ അല്ലയോ? ഐ ഡോണ്ട് നോ whether he is a leader or a player. അയാൾ ഒരു നേതാവാണോ ഒരു കളിക്കാരനാണോ എന്നെനിക്കറിയില്ല. ബട്ട് ഹീ ഈസ് എ സെലിബ്രിറ്റി. എനിവേ ഈസ് സെലിബ്രിറ്റി. പക്ഷെ എന്തായാലും അയാളൊരു സെലിബ്രിറ്റിയാണ്. ആളുകൾ
പിന്നെ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് അയാൾ. ഓക്കെ, ഐ ഡോണ്ട് നോ വെദർ ഹീ ഈസ് എ ലീഡർ ഓർ ഹീ ഈസ് എ ഫിലിം ആക്ടർ. അയാൾ ഒരു നേതാവാണോ ഒരു ഫിലിം ആക്ടറാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഈസ് എ സെലിബ്രിറ്റി. അത് ഞാൻ ചേർത്ത് പറഞ്ഞാണ് കേട്ടോ, ഒരു സ്റ്റൈല് വരാൻ വേണ്ടി. ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കണം. രാത്രി കിടക്കുമ്പോൾ കണ്ണിൽ ഉറക്കം വരും. എങ്ങനെ? ഓക്കെ ഓക്കെ, വൺസ് അഗെയിൻ പറയാം. ഷീ ഈസ് sorry. I don't know whether he is a leader. I don't know whether he is a leader or a player. A leader or a player. I don't know whether he is a leader or a player. അയാൾ ഒരു നേതാവാണോ ഒരു കളിക്കാരനാണോ എന്നെനിക്കറിയില്ല. ആണോ അല്ലയോ? ഓക്കെ, വെദർ ഓർ. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങളൊന്നും കൂടി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഓരോ കാര്യവും പൊരുളറിഞ്ഞ് മനസ്സിലാക്കി എക്സാമ്പിൾ സഹിതം എഴുതി പഠിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഇംഗ്ലീഷിൽ നമ്മൾ പലരും പല പ്രാവശ്യം പരാജയപ്പെട്ടവരാണ്. ഇനി പരാജയം എന്ന ആ പദം നമ്മുടെ നിഘണ്ടുവിൽ ഉണ്ടാവരുത്, ആ വാക്ക് ഉയർന്നു വരരുത്. ഞാൻ പരീക്ഷൻ്റെ കാര്യമല്ല പറഞ്ഞത്. പരീക്ഷകളെല്ലാവരും പാസ്സാവും. കാരണം എല്ലാവരും PDF എന്തായാലും പഠിക്കും. PDF പഠിക്കാത്തവരെ തോൽക്കുള്ളൂ. പക്ഷെ തോൽക്കാൻ വേണ്ടി ആരും പഠിക്കാതിരിക്കൂലല്ലോ. എന്തായാലും നിങ്ങൾ ജയിക്കാൻ വേണ്ടി പഠിക്കുന്നതുകൊണ്ട് PDF ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുന്നതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ മോണ്ടിസോറി ട്രെയിനി ആയിട്ടോ പ്രീ പ്രൈമറി ട്രെയിനി ആയിട്ടോ അറബി ട്രെയിനി ആയിട്ടോ ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നൊരു സ്കൂളിൽ വർക്കിന് അവസരം കിട്ടുമ്പോൾ അവിടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളവിടെ ഒരു പരാജയം തന്നെയാണ്. അത് നിങ്ങളെ പരാജയമാണ്. നമ്മളവിടെ പരാജയമാണ്. അത് നമ്മളെ മാത്രം പരാജയമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇതിൽ നോളേജുകൾ മാക്സിമം കരസ്ഥമാക്കിയിട്ട് നമുക്ക് ആംഗലേയ ഭാഷ നന്നായി പഠിക്കാനുള്ള ഒരു പ്രയത്നം, ഒരു ശ്രമം, ഒരു പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ്. ഈ പറയുന്ന ഒന്ന് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഡെയിലി പ്രാക്ടീസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും പുറത്തുകൊക്കെ എന്ത് ആവശ്യത്തിന് പോകുമ്പോൾ കണ്ണാടിന് മുമ്പിൽ നിന്ന് കണ്ട് നമ്മളൊരു 10 മിനിറ്റോ 5 മിനിറ്റോ മേക്കപ്പ് ചെയ്യാൻ മറ്റൊക്കെ ഉപയോഗിക്കും. ആ മേക്കപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഡയലോഗൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു നോക്കൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി സ്റ്റൈലായിട്ട് പഠിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എക്സാമ്പിൾ പറയാം. ഉറക്കം കണ്ണുകളിലേക്ക് ഊഞ്ഞാലാടി വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയ ഒരു ലക്കിയാണ്, മഹാഭാഗ്യമാണ് എന്ന് വിചാരിക്കുകയും അതിലൂടെ ഉയരാൻ എനിക്ക് എൻ്റെ കഴിവ് വികസിപ്പിച്ചേ പറ്റുള്ളൂ. എൻ്റെ കഴിവ് വികസിപ്പിക്കാൻ ഞാൻ തന്നെ ഉണരണം, ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യണം, ഞാൻ തന്നെ എക്സാമ്പിൾ പറഞ്ഞു നോക്കണം, ഞാൻ തന്നെ ബുക്ക് വായിക്കണം, ഞാൻ തന്നെ ക്ലാസ് കാണണം എന്ന് പ്രത്യേകം ചിന്തിച്ച് നിങ്ങൾ ഒരുങ്ങുക. ഓക്കെ കേട്ടോ. നേരത്തെ പറഞ്ഞ മറ്റേ ആളില്ലേ, ഇത് ഉഴപ്പലാശാന്, ആ ഉഴപ്പലാശാനെ, സോറി ഉൽപ്പലാശനല്ല, ഉഴപ്പലാശാനെ നിങ്ങളെ പഞ്ചായത്ത് കയറ്റരുത് കേട്ടോ. നിങ്ങളെ വീടിൻ്റെ 7 അയലത്തേക്ക് വരരുത്. ഐതറോർ ഒന്നും കൂടി പറയുകയാണ്. ഓക്കെ, ഐതറോർ ഒന്നും കൂടി പറയാനുള്ള റിക്വസ്റ്റ് ഉണ്ട്. ഐതർ ഒന്നും പറയണേ. ഐതർ ഓർ, അതോ ഇതോ. ഐതർ ഓർ, അതോ ഇതോ. ഐതറോറിൻ്റെ നീന്തൽ പറയാം, അതോ ഇതോ. ഓക്കെ, എക്സാമ്പിൾ ഇങ്ങനെ എഴുതിക്കോളൂ. സച്ചിൻ ഈസ് ഐദർ എ ക്രിക്കറ്റർ ഓർ എ സെലിബ്രിറ്റി. സച്ചിൻ ഈസ്, ഇപ്പോൾ ക്രിക്കറ്റുകളെ കുറിച്ച് അറിയാത്ത ആളുകൾ ഇങ്ങനെ പറയുള്ളൂ. സച്ചിൻ ഈസ് ഐദർ, EITHER, ഐദർ. സച്ചിൻ ഈസ് ഐദർ എ ക്രിക്കറ്റർ ഓർ എ സെലിബ്രിറ്റി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്ന രീതിക്കാണ് പേടിക്കണ്ട കേട്ടോ. ഓക്കെ, മിസ്റ്റേക്ക് വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭാവിയിൽ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സച്ചിൻ ഈസ്
ഐദർ എ ക്രിക്കറ്റർ ഓർ എ സെലിബ്രിറ്റി. സച്ചിൻ ഒന്നുകിൽ ഒരു ക്രിക്കറ്ററാണ്, അല്ലെങ്കിൽ അയാൾ ഒരു സെലിബ്രിറ്റിയാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളെന്തോ രൂപം കണ്ടു, അപ്പോൾ നമ്മൾ കണ്ട രൂപം ഒരു സ്ത്രീരൂപമായിരുന്നു. നമ്മൾ പറയുകയാണ് ഷീ ഈസ് ഐദർ മാഡ് ഓർ എ ഗോസ്റ്റ്. അവൾ ഒന്നുകിൽ ഒരു ഭ്രാന്തി ആയിരിക്കണം, അല്ലെങ്കിൽ അവളൊരു ഗോസ്റ്റ് ആയിരിക്കണം, പ്രേതമായിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായില്ലേ? അല്ലേ? ഓക്കെ അല്ലേ എക്സാമ്പിൾ രമ്യ? ഓക്കെ, അപ്പോൾ സമയം 9:05 ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയമായി കഴിഞ്ഞു കേട്ടോ. ഞാനിന്ന് കൂടുതലൊന്നും പഠിപ്പിക്കുന്നില്ല, വളരെ കുറച്ച് എടുത്ത് പോകുള്ളൂ. എനിക്ക് ഒരു നിർബന്ധമുള്ളൂ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവണം, ക്ലാസ് നന്നായി പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ക്ലാസ് പഠിക്കാത്ത അവസ്ഥ ഉണ്ടാവരുത്. അതിന് കുറച്ച് ഭാഗം പഠിച്ചാൽ മതി, അതിനുവേണ്ടി കുറച്ച് പഠിപ്പിക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫ്രോം ദ ടൈം ബീയിങ്. നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം. സോ അറ്റ് ദാറ്റ് ടൈം ഐ വിഷ് യു എ ഗുഡ് നൈറ്റ് ആൻഡ് വിത്ത് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട്.